എടാ നമ്മളെ സ്ഥിരം തല്ലാനേ ഹെഡ് മാസ്റ്റർക്ക് ചൂല് കൊണ്ടു കൊടുക്കുന്ന രമ്യാറല്ലേ, അവക്ക് എന്നെ കാണുമ്പോ ഒരു ചിരിയൊക്കെ ഉണ്ട്. അതെന്നെ കാണുമ്പോഴും ഉണ്ടടാ. പെണ്ണെന്നുള്ള വിഷയം നമ്മൾ വിടുന്ന നല്ലത്. അതാ നമുക്കടി കിട്ടുന്നത്. നിങ്ങൾ തമ്മിൽ അടിയാവുന്നതിന്റെ മെയിൻ കാര്യം. അത് മാത്രമല്ല, നീ ഒരു കാരണമാണ്. ഇവനല്ലേ മെയിൻ കാരണം. നീ 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 എന്നാ ഒരു കാര്യം കേട്ടോ, ഇനി ഒരു കൂടായ്പിന് ഞാൻ കൊടുക്കണം. ഞാൻ നന്നാവും തീരുമാനിച്ചിരിക്കും. ഞാൻ നന്നാ നിങ്ങൾ നന്നാവും. ഈ പറഞ്ഞ ബോർഡ് എക്സാമിന് ഞാൻ പഠിച്ച് പാസ്സാവണം. മൂസാന്ന് പറഞ്ഞ മൂലം ഇനി ആകെ 2 മാസം കൂടെ ഉള്ളൂ. എങ്ങനെയെങ്കിലും പഠിച്ചു ജയിച്ചാൽ അടുത്ത വർഷം പറഞ്ഞ പെൺപിള്ളേരെ മുന്നിൽ നമുക്ക് ഷൈൻ ചെയ്ത് പൊളിച്ചെടുക്കാം. ചുമ്മാ അല്ല, പെട്ടെന്ന് നന്നാകാനൊക്കെ തീരുമാനിച്ചല്ലടാ. ഇത്തവണ ജയിച്ചേ പറ്റൂ. അതിന് പഠിക്കട്ടെ. ഞാൻ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നാ നമ്മൾ റെഡി. ഇനി മുതൽ നമ്മുടെ ലൈഫിൽ പെണ്ണുമില്ല തല്ലുമില്ല. ഒന്നിനും നമ്മുടെ ശ്രദ്ധ ഇരിക്കാൻ പറ്റൂല. തല്ലല്ലേ വേനിച്ച നൊന്ത് വെക്കി. നമ്മൾ നന്നായില്ലേ ഇപ്പൊ? ഒന്നും കാണാൻ പറ്റുന്നില്ല. സോറി മോനെ. കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. കുഴപ്പമില്ല. എവിടെന്നാ? നമ്മുടെ സ്കൂളിലെ പിള്ളേർ ചെളി ഉറപ്പിച്ചു പോന്നോടാ. ഇതാരത്? ചിരിക്കല്ലേ? അവള് ചിരിക്കുന്നതിന്റെ അർത്ഥം നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലേ? ഇതൊക്കെ അവൾക്ക് ഇഷ്ടം. കഷ്ടം. എടാ നീയൊക്കെ ഓരോന്ന് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് മറ്റു പിള്ളേരും കൂടെ കൂട്ടി അവരെയും കൂടെ വഷളായിക്കോടാ. ഇതാരെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടോ സാറേ. എടാ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ലടാ. ആരടാ നീ? എടാ ഞാൻ കലാം, ടെൻഡിയിലെ അബ്ദുൽ കലാം. നല്ല ബെസ്റ്റ് പേര്. ഈ വിവേകാനന്ദ രാജൻ സാറിനെ തല്ലി. ആര്? വിവേക് ആനന്ദ്. ആ പേര് ചേർത്ത് വായിച്ച ആ വലിയ മനുഷ്യനെ അപമാനിക്കരുത്. നീ എന്തിനാണ് രാജൻ സാറിനെ തല്ലിയത്? ഞാൻ തല്ലിയത് സാറേ, ആ രാജ് സാറിന് ഭ്രാന്ത. അയാൾക്ക് മാത്രമല്ല, ഇവിടെ എല്ലാത്തിനും ഭ്രാന്ത. ഡെയിലി ഹോംവർക്ക് ഇതുകൊണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ കൊണ്ടുവരില്ല. അതിനെന്നെ എന്നും തല്ലും. ഹോംവർക്ക് ചെയ്യില്ല പിന്നെ നിന്നെ തല്ലുമല്ല തലോണോടാ. ഇന്ന് മുതൽ നന്നാവണമെന്ന് വിചാരിച്ച് ഹോംവർക്ക് എഴുതിക്കൊണ്ട് വന്നതാ. അപ്പൊ ഇതെവിടുന്ന് കട്ട് എഴുതിയെന്ന് ചോദിച്ചിട്ടാ തല്ലിയത്. ആ അപ്പൊ നിന്നെ തല്ലിയാ നീ തിരിച്ചു തല്ലോ. നീ എന്നെയും തല്ലടാ. അല്ല സാറേ, തല്ലിയാലും കുഴപ്പമില്ല. എന്നെ കള്ളാന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ പിടിച്ച് തള്ളിയത്. ഇതാ സാറേ, ഞങ്ങള് നന്നാവാൻ നോക്കിയതാ. പക്ഷെ സാറ് നമ്മളെ വിശ്വസിക്കുന്നില്ലല്ലോ. ചുമ്മാതല്ല, ഒരിക്കൽ ചീത്തയായ പിള്ളേരാരും പിന്നീട് നന്നാവത്ത്. അത്ര പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നു. എത്ര അളിയ, നമ്മളൊക്കെ ഫ്രണ്ട്സ് ആയല്ലേ? നീ ആയിട്ട് ഒരു കമ്പനി ഇല്ല. വളിയം വന്നേക്കുന്നു. ഫ്രണ്ട്ഷിപ്പ് അന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയില്ലെങ്കിലും പോകെ പോകെ നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാൻ തുടങ്ങി. ഒരേ ചായക്കടയിലും ബസ്സിലും ജിമ്മിലും ബാറിലും ഒക്കെ കണ്ടുമുട്ടുന്നവർക്ക് ഫ്രണ്ട്സ് ആവാമെങ്കിൽ ഹെഡ് മാസ്റ്റർ റൂമിന് മുന്നിൽ എപ്പോഴും കണ്ടുമുട്ടുന്ന ഞങ്ങൾക്കും ഫ്രണ്ട്സ് ആവാം. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി.